സാബു ചേട്ടന്റെ കൂടെ ഗെയിം കളിക്കാൻ ഇവിടെ ഉണ്ടായ ഒരു രാജാക്കന്മാരെ കൊണ്ട് പറ്റില്ല. സമൂഹത്തിന്റെ കണ്ണാടി എന്നാണ് ഞങ്ങള് ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞത്. സാബു ചേട്ടനായിരുന്നു സമൂഹത്തിന്റെ കണ്ണാടി. ഞങ്ങളെ മുഖത്ത് നോക്കും ഞങ്ങൾ ഇങ്ങനെ, നിങ്ങളാണല്ലേ ആ കണ്ണാടി പാടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അഖില് ശരിക്കും നിങ്ങളുടെ സീസണിലേക്ക് വന്നിരുന്നെങ്കിലോ? അയ്യോ അഖില് ഓടി തന്നെ ഒരു രാജാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. അഖില് ഇത് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? യെസ് കേൾക്കണം കേട്ടാടാ നീ. എന്നിട്ട് നീ ഇതിന് ബദലായിട്ട് വരണം. എന്നിട്ട് മറുപടി വേണം പറയണം കേട്ടോ. മണിക്കുട്ടനൊക്കെ അങ്ങനെ ഒരു എക്സലന്റ് ഗെയിമർ ഒന്നുമല്ല. മണിക്കുട്ടൻ വ്യക്തിത്വം കൊണ്ട് ട്രോഫി വാങ്ങിച്ചവനാണ്. സാബു ചേട്ടന്റെ കയ്യിരിക്കുന്നത് ഗെയിം എന്നല്ല, വേറെ ആ സീസണിന് പോലുള്ള ആളുകളുണ്ടോ വേറെ സീസണിൽ? അത്രയും വലിയ പുലികള് എന്നാലോചിച്ചു. ആ പുലികളായിട്ടുണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ വെറും എന്താ പറയാ അങ്ങനെ ആക്കി കളഞ്ഞു. സ്ത്രീ ആയാലും പുരുഷന്മാരായാലും എല്ലാവരും കൂടെ നിന്ന് കൂട്ടുകാരനെ വരെ എട്ടിന്റെ പണി കൊടുത്ത്. കണ്ടസ്റ്റൻസ് വൈസ് എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറെ വേസ്റ്റ് ഉണ്ട്. അപ്പം അവര് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രീതു, അപ്സര ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. അവരൊന്നും ഒന്നും ചെയ്യാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. പണ്ട് ബിഗ് ബോസ് പറയും ഇങ്ങനെ ചെയ്യൂന്ന്. ഇപ്പൊ ബിഗ് ബോസ് പകുതി പണി കൊടുത്തിരിക്കുന്നത് കണ്ടസ്റ്റൻസിന്റെ കയ്യിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള നല്ല സാധ്യതകളുണ്ട്. അത്രയും നല്ല എക്സലന്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോഴിരുന്ന് ആലോചിക്കും, ഈ സീസൺ 1 ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് ഒരു സീസണും കൂടെ ഇട്ടാലും ജനങ്ങൾ മൊത്തം സ്വീകരിക്കും എന്നുള്ളൊരു. ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ? ബിഗ് ബോസ് വിളിക്കും ഇങ്ങനെ ദിയ കൺഫ്യൂഷൻ റൂമിലേക്ക് വരെ. ഇതൊക്കെ ശരിക്കും ഒരു മുഴക്കം പോലെ ഉണ്ട്. ശരിക്കും അതൊരു വല്ലാത്തൊരു ലൈഫ്, ഒരു ലക്ഷറി ലൈഫ് തന്നിട്ട് ജയിലിൽ ഇട്ടേക്കുക. ഇത് ഇവിടത്തെ ഒരു സിസ്റ്റമായി മാറി കഴിഞ്ഞു. മാറ്റമില്ല എന്നാണ്. ദിയാസനെയാണ് നമുക്കപ്പോൾ. ഹായ് ദിയ. ഹലോ. ഈ ബിഗ് ബോസ് സീസൺ 1 വന്ന കണ്ടസ്റ്റൻസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സീസൺ 1 ആണ്. ഇപ്പൊ 6 എത്തി നിൽക്കുന്നത്. ഇതുവരെയുള്ള ബിഗ് ബോസുകളിൽ പല ഹീറോസ് ഉണ്ടായിട്ടുണ്ട്, പലതരത്തിൽ ആക്സെപ്റ്റൻസ് ഉള്ളവരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 6 കണ്ടു തുടങ്ങിയോ? എന്താണ് സീസൺ 6 കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? ബിഗ് ബോസ് ആക്ച്വലി ഒരു ലൈഫായി മാറി, ലൈഫിന്റെ ഒരു പാർട്ടായി മാറി. ഇന്ന് ഞാൻ ബിഗ് ബോസിൽ പങ്കെടുത്തത് കൊണ്ട് അന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയൊരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമും അത്രയും നല്ല എക്സലൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് ഇപ്പോഴിരുന്ന് ആലോചിക്കും, ഈ സീസൺ 1 ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് ഒരു സീസണും കൂടെ ഇട്ടാലും ജനങ്ങൾ മൊത്തം സ്വീകരിക്കും എന്നുള്ളൊരു. ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ? അതെ 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 അതെ. ബിഗ് ബോസ് വിളിക്കും ഇങ്ങനെ ദിയ കൺഫ്യൂഷൻ റൂമിലേക്ക് വരെ. ഇതൊക്കെ ഇപ്പോഴും നമുക്ക് ശരിക്കും ഒരു മുഴക്കം പോലെ ഉണ്ട്. ശരിക്കും അതൊരു വല്ലാത്തൊരു ലൈഫ്, ഒരു ലക്ഷറി ലൈഫ് തന്നിട്ട് ജയിലിൽ ഇട്ടേക്കുക. അങ്ങനത്തേതാണ്. പക്ഷെ ഞങ്ങളുടെ സീസണിലേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പേയ്മെന്റും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സീസണിൽ എല്ലാവരെയും ഭക്ഷണം ധാരാളം കഷ്ടപ്പെടുത്തുകയും ചെയ്തു അതുപോലെ. പക്ഷെ സീസൺ 2 മുതൽ എനിക്ക് തോന്നുന്നു ആളുകളുടെ ഹെൽത്തിനൊക്കെ അവർ കുറച്ചുകൂടെയൊക്കെ ഒരു ഇതൊക്കെ കാണിച്ചു. ഞങ്ങളൊക്കെ ഒരു മുട്ടയ്ക്കൊക്കെ വേണ്ടി അടിയുണ്ടാക്കി കണ്ടിട്ടില്ലേ നിങ്ങൾ സീസൺ 1? സീസൺ 6 നിൽക്കുമ്പോഴത്തേക്കും സീസൺ 6 ഒക്കെ പാറ്റേൺ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നമ്മുടെ സീസണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രഞ്ജിൻ ചേച്ചി ആയിക്കോട്ടെ, പേളി, ശ്രീനി, സാബു ചേട്ടൻ, അർച്ചന, ശ്വേത ചേച്ചി, ഇത് എല്ലാവരും, ബഷി ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഒരു ഇപ്പോഴും നല്ല കണക്ഷൻസ് തന്നെ കേട്ടോ. എല്ലാവരും നല്ല സൗഹൃദങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോഴും പേഴ്സണലി പലരുമായിട്ടും കോണ്ടാക്ട് ചെയ്യാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് സീസൺ 6 എന്ന് പറയുമ്പം നല്ല അടിപൊളി ഹൗസാണ്, നല്ല അടിപൊളി പുതിയ പാറ്റേണൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 3 ചെറിയ റൂമുകളും ഒരു വലിയ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും ഇല്ല. കണ്ടസ്റ്റൻസിന്റെ സെലക്ഷനിൽ എനിക്ക് വലിയ താല്പര്യക്കുറവുണ്ട്. ആൺകുട്ടികളൊക്കെ കൊള്ളാൻ തോന്നുന്നു. പെണ്ണുങ്ങളുടെ ഇതിനകത്തൊക്കെ ഒരു സീരിയൽ പോലെ ഒരു സാധനം, കുറേ സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. ഭയങ്കര പൊട്ടൻഷ്യലുള്ള അടിപൊളി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ വരും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ഈ ശ്രീലക്ഷ്മിനെ പോലുള്ള, അതുപോലെ സീക്രട്ട് ഏജന്റ് സായി, ഹൈദരലിക്ക, ഞാൻ കുറേ പേരെയൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ലിസ്റ്റുകൾ പറയും. നമ്മുടെ ഷാലൂപ്പയാട്, ഇങ്ങനെയൊക്കെ മുകേഷ്, മസ്താനി എന്ന് പറഞ്ഞിട്ടൊരു ആങ്കർ ഒരു കൊച്ചുണ്ടല്ലോ, അത് അങ്ങനെയൊക്കെ കുറച്ച് പാറ്റേൺ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർത്തന്നായിരുന്നു. ഇത് വൻ ആർട്ടിഫിഷ്യാലിറ്റിയാണ് കാണുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ആ സിജോ, ജാസ്മിൻ ജാഫർ, അതുപോലെ ഒരു രതീഷ് ചേട്ടൻ കൊള്ളാം, ഒരു ഉണ്ടയിൽ വന്നതാ. ഓവർ പെർഫോമൻസ് ആണ്. നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നു. പക്ഷെ ആളുണ്ടാക്കുന്ന കണ്ടന്റിനെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഓപ്പോസിറ്റ് പണിയെടുക്കാൻ പറ്റുന്നുള്ളൂ. വേറെ ആരും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇയാൾ ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് ഓപ്പണന്റ് ആയിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ ഇവർ നിന്ന്
വേറെ ആരുടെങ്കിലും ഒരു പണിയെടുത്ത് ഇതാക്കിയിരുന്നെങ്കിൽ പുള്ളിയുടെ ആ ഒരു സാധനത്തെ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയത്. ഇത് എല്ലായിടത്തും പുള്ളി കയറി നിറങ്ങി. ഇപ്പൊ സൗണ്ട് പോയി, ഇപ്പൊ 24 hours കഴിഞ്ഞപ്പോൾ ആളുടെ പോയി. പക്ഷെ പെണ്ണുങ്ങളൊക്കെ നല്ല മത്സരാർത്ഥികൾ ഉണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷെ ആരും തന്നെ ഒരു ശ്രീരേഖ, ജാസ്മിൻ, ശ്രീരേഖ എനിക്ക് ആക്റ്റീവായിട്ട് കണ്ടതാണ് ഞാൻ പറയുന്നത്. ഇന്നലത്തെ ഗെയിമിനകത്ത് ഗെയിം ചേഞ്ചർ ജാസ്മിൻ ആയിരുന്നു. സുജോയും അസീറോക്കിയും കൂടെ ചെയ്ത പ്ലാനിങ്ങിനകത്ത് ജാസ്മിൻ ആയിരുന്നു ഗെയിം ചേഞ്ച് ചെയ്തത്. അതിനുശേഷം എല്ലാവരും ശ്രീരേഖേനെ ഞാൻ ഇൻഡിവിജ്വൽ പ്ലെയറാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് നിന്ന് കളിച്ചു എന്ന് അർജുൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് സിജോനെ സപ്പോർട്ട് ചെയ്യുന്ന, റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ക്ലോസ്ഡ് സർക്കിൾ അവരെ പർപ്പസ്ഫുള്ളി അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അതാണല്ലോ വെളിയിൽ നമ്മൾ ഗെയിം കാണുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ശ്രീരേഖയ്ക്ക് വളരെ കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. അവർ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് കളിച്ചത്. അർജുൻ്റെ ഒരു പേഴ്സണാലിറ്റിയും അവൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയും കണ്ട് അവർ എണ്ണി നോക്കി അവരുടെ ബോൾ എത്രയുണ്ടെന്ന്. അവർക്ക് 20, മറ്റേ 26 എണ്ണി നോക്കി അവരത് കുറവാണെന്ന് കണ്ട് തന്നെയാണ് അവർ ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ 26 അവർക്ക് ഉണ്ടായിരുന്ന അവരിന് 20 ആയിരുന്നെങ്കിൽ അർജുനോട് ചോദിച്ചിരുന്നു എനിക്ക് തരുമോ, ഉറപ്പായിട്ടും. അതിൽ അവർ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവിടെ നടന്നിട്ടായിരുന്നു. അത് ഈ ഓഡിയൻസ് പർപ്പസ്ഫുള്ളി ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ സുജേനെ റോക്കിനെ സംരക്ഷിക്കണമല്ലോ ഇവിടെ. അപ്പോൾ ഒരു ഭൂരിപക്ഷം ഓഡിയൻസ് ഈ പറഞ്ഞ സാധനത്തിലോട്ട് വന്നു. പിന്നെ ടോക്സിക് എന്ന ലെവലിലേക്കൊന്നും ഒന്നുമില്ല. അത് അങ്ങനത്തെ ഒരു വർത്തമാന രീതികളൊന്നും മാറിയിട്ടില്ല. ടോക്സിക് എന്നത് ഗെയിമേഴ്സ് തന്നെയാണ് എല്ലാം. ഇപ്പം ഇന്ന് രതീഷ് അല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് എനിക്ക് അറിയുന്നതാ പേഴ്സണലി. എനിക്കൊരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ സുജോനെ പറ്റി പറഞ്ഞതാണ്. സിജോ ഒരു ടോക്സിക് രീതിയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അയാള് പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിജോന്റെ അണ്ടറിലേക്ക് സിജോ പർപ്പസ്ഫുള്ളി അസീർ റോക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അസീർ റോക്കിയുടെ ആളുകൾ പറയുന്നത് സിജോ എന്ന് ഇല്ല, സിജോയുടെ ഇതിനകത്ത് ഗെയിമിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ക്യാപ്റ്റനായിട്ട് ഫസ്റ്റിൽ ഇപ്പോൾ അർജുനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ മാനറിസം വെച്ചിട്ട് അയാൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടോ? അയാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനസ്സ് ഉള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഫസ്റ്റ് ക്യാപ്റ്റൻസി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവൂല. ആദ്യത്തെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാറ്റേൺ ഏത് രീതിയിൽ തുടക്കത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ കൊച്ചിന് എന്തായാലും ഉണ്ടാവും. കാരണം അവനൊരു സൈലന്റ് നാച്ചർ ആയിട്ടാണ് നമ്മൾ ഇതുവരെയും കണ്ടത്. മേ ബി എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ശ്രീരേഖ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ലൈവ് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഇനിഷ്യലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അത് ആ വീട്ടിനകത്ത് ഒരു ക്യാപ്റ്റൻഷിപ്പ് ഇപ്പം സിജോൻ്റെ കയ്യിലോ ഈ പറഞ്ഞ ശ്രീരേഖയുടെ കയ്യിലോ ഒക്കെ കൊടുത്താൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് അവർ കുറച്ചുകൂടെ ഇൻ്റലിജൻസ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ആരെയും രാജാവായിട്ടോ രാജ്ഞിയായിട്ടോ രാജാവായിട്ട് വാഴിക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്കല്ല ഞാൻ പറയുന്നത്. ഒരു ക്യാപ്റ്റൻഷിപ്പിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് മറ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ സൗകര്യങ്ങൾ കുറഞ്ഞ 3 മുറി, സൗകര്യങ്ങളുള്ള ഒരു മുറി പുതിയ സ്ട്രാറ്റജിയാണ്, മാറ്റമാണ്. അപ്പം ആ മാറ്റം, അതായത് ആ സൗകര്യമുള്ള മുറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം അപ്പോൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ 3 റൂമുകാരും ഇതിനു വേണ്ടി ശ്രമിക്കും ഈ 4ാമത്തെ റൂമിൽ എത്താൻ വേണ്ടിയിട്ട്. അതെ, കാരണം എല്ലാ പവറും അവർക്കാ കൊടുത്തിരിക്കണം. പണ്ട് ബിഗ് ബോസ് പറയും ഇങ്ങനെ ചെയ്യൂന്ന്. ഇപ്പൊ ബിഗ് ബോസ് പകുതി പണി കൊടുത്തിരിക്കുന്നത് കണ്ടസ്റ്റന്റ്സിന്റെ കയ്യിലാണ്. പണി പകുതി കുറഞ്ഞു. അവർ കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ കുറച്ച് എന്നാ നീയൊക്കെ തന്നെ ചെയ്യടാ, എന്നാ കാണട്ടെ, ഒന്നാത് കണ്ടിട്ടില്ല ഇവിടെ, അപ്പൊ നീയൊക്കെ ചെയ്യും, ഇവിടെ ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് കാണട്ടെ നിങ്ങളൊക്കെ വർക്ക്. കാരണം അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ഇല്ലേ, ബിഗ് ബോസ് ഹൗസിനകത്തെ ക്രൂ മെമ്പേഴ്സ്, അവർ തലച്ചോറ് ഉപയോഗിച്ച് ചെയ്യുന്ന പണി ഇപ്പൊ ഇതിന്റെ ഉള്ളിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കണം. അവർ ചെയ്യുന്ന അതേ പണി ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ വെളിയിലിരുന്നുകൊണ്ട് ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്താലല്ലേ ഓരോരുത്തരെ കൊണ്ട് കളിപ്പിച്ച് ഓരോ കണ്ടന്റ് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടാണ് വെളിയിലിരുന്ന് പണിയെടുക്കുന്നവർക്ക്. നമ്മളെ ഈ ക്രൂ മെമ്പേഴ്സിന് ഭയങ്കര കഷ്ടപ്പാടാണ് അകത്ത് നിന്ന് ഓരോ കാരണം ഒരു ദിവസം അവർക്ക് ഒരു പാറ്റേൺ ഓഫ് സ്ക്രിപ്റ്റ് കിട്ടണം. പക്ഷെ അത് ഇവർ ഉണ്ടാക്കുന്നതല്ല, അത് ഇവർ ഇതിനകത്ത് നിന്ന് നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കണം. ഒരു സംഭവം ഒരു ദിവസത്തെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ആരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം, ആരെ കൊണ്ട് ഏത് ചെയ്യണം. ഇവരെ സേവ മുഴുവനും ഇനി അടുത്തുള്ളവരെ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ തന്നെ വീക്ക്ലി ടാസ്കിൻ്റെ അപ്പുറത്തേക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള നല്ല സാധ്യതകളുണ്ട്.
ഇപ്പോൾ ഈ ഹൗസിന്റെ വലിപ്പം കൂട്ടിയതുപോലെ തന്നെ ആഡംബരവും കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലും ഒരു എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജി ഉണ്ടാവുമോ? എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും, നമുക്ക് ഇന്നാണ് ലക്ഷറി ബജറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ അവർ എഴുതുന്നതായിട്ടൊക്കെ കണ്ടത്. 24/7 കുറച്ച് സമയങ്ങളൊക്കെയാണ് സാധാരണ കാണുന്നത്. ഞാൻ മല്ലു ടോക്സ് രേവതിയുടെ അനാലിസിസ് മാത്രമാണ് കേൾക്കുന്നത്. ശരിക്കും ഞാൻ ബിഗ് ബോസ് ഡയറക്റ്റ് കാണുന്നതിനെക്കാട്ടിലും എൻ്റർടൈൻ ആയിട്ടിരുന്ന് ചിരിക്കും ഈ മല്ലു ടോക്സ് രേവതിയുടെ. അത് ഇവർ ഫസ്റ്റ് റിവ്യൂ പറഞ്ഞില്ല, അവർ സെക്കൻഡ് മുതലുള്ള റിവ്യൂ പറഞ്ഞു തുടങ്ങിയതാണ്. എനിക്ക് ആദ്യമൊന്നും അവരടുത്ത് ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ബിഗ് ബോസിനെക്കാട്ടിലും സൂപ്പർ എൻ്റർടൈൻമെൻ്റ് ആണ് അവർ. ഞാൻ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് ഒരുവിധം സമയം കഴിയുമ്പോൾ ഉള്ള അപ്ഡേഷൻസ് ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് കേട്ടാൽ മതിയല്ലോ, അറിയാൻ പറ്റും. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ എന്തെങ്കിലും ഭയങ്കര പ്രശ്നമായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ പ്രമോ വരുമല്ലോ, അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ തുറന്നിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഗെയിമിൽ ഒരു 3-4 പേര് ഒരുപോലെ നിന്ന് ഈ സീസൺ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടസ്റ്റൻസ് വൈസ് എല്ലാവരും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. കുറച്ച് പേര് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, കുറച്ച് ആളുകൾ അങ്ങോട്ട് മാറ്റി കുറച്ച് പേര് അങ്ങോട്ട് കയറ്റിയിരുന്നെങ്കിൽ. ഇപ്പം അവർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രീതു, അപ്സര ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. അവരൊന്നും ഒന്നും ചെയ്യണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സുരേഷ്, പക്ഷെ സുരേഷൊക്കെ ഇന്ന് പിന്നെയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പം അവർ എന്നും ഒരേ രാജാവിനെയും ഒരേ ആളുകളെയും കണ്ടുകൊണ്ടിരുന്ന ഈ പാറ്റേൺ, ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ഇത് മാറ്റമില്ല എന്നാണ്. സമൂഹത്തിൻ്റെ കണ്ണാടി എന്നാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞത്. സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് ഒരു ബിഗ് ബോസ് ട്രോഫി എടുക്കുന്ന ആളെന്ന്. സാബു ചേട്ടനായിരുന്നു സമൂഹത്തിന്റെ കണ്ണാടി. ഞങ്ങളെ മുഖത്ത് നോക്കും ഞങ്ങൾ ഇങ്ങനെ, നിങ്ങളാണല്ലേ ആ കണ്ണാടി പാടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ സാബു ചേട്ടനൊക്കെ ഭയങ്കര നല്ല സൂപ്പർ ഹ്യൂമൻ ബീയിങ് ആണ് കേട്ടോ. ബിഗ് ബോസ് സീസൺ 6 വരെ എത്തുമ്പോൾ ഇപ്പം അഖില്, സാബു ചേട്ടൻ, ഈ പറയുന്ന പോലെ നമ്മുടെ മണിക്കുട്ടൻ, ഇങ്ങനെ ഒത്തിരി കണ്ടസ്റ്റൻസ് ആണ് മുന്നിൽ വന്നത്. റോബിൻ, ഇതിൽ ഏറ്റവും നല്ല ഒരാളിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും നല്ല ഗെയിമറായിട്ട് തോന്നിയിട്ടുള്ളത്? അയ്യോ, എന്റെ സീസൺ ഉൾപ്പെടെയാണോ? സാബു ചേട്ടൻ. സാബു ചേട്ടൻ ഇല്ല, മണിക്കുട്ടനൊക്കെ അങ്ങനെ ഒരു എക്സലന്റ് ഗെയിമർ ഒന്നുമല്ല. മണിക്കുട്ടൻ വ്യക്തിത്വം കൊണ്ട് ട്രോഫി വാങ്ങിച്ചവനാണ്. അതായത് അവന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കൊടുത്ത ട്രോഫിയാണ് മണിക്കുട്ടന്റെ കയ്യിരിക്കുന്നത്. സാബു ചേട്ടന്റെ കയ്യിരിക്കുന്നത് ഗെയിം എന്നല്ല, വേറെ. അതായത് അത്രയും വലിയ പുലികള് ഒന്ന് ആലോചിച്ചു. ആ സീസണിന് പോലെയുള്ള ആളുകളുണ്ടോ വേറെ സീസണിൽ? അല്ല, ഞാൻ കുറച്ച് കേട്ടോ, ഒരിക്കലും അല്ല. എല്ലാ സീസണുകളിലെ ആളുകളും ഒരേ നല്ല ആളുകളൊക്കെ തന്നെ. ഞാൻ പറഞ്ഞത് എൻ്റെ സീസണിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ആ സമയത്തെ പുലികളാ. അപ്പൊ ആ പുലികളായിട്ടുണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ വെറും എന്താ പറയാ, അങ്ങനെ ആക്കി കളഞ്ഞു. സ്ത്രീ ആയാലും പുരുഷന്മാരായാലും എല്ലാവരും കൂടെ നിന്ന് കൂട്ടുകാരനെ വരെ ഇട്ടിൻ്റെ പണി കൊടുത്ത് അങ്ങനെ ഗെയിം കളിച്ച മനുഷ്യനാണ് സാബു ചേട്ടൻ. അപ്പം മാത്രമല്ല, സാബു ചേട്ടൻ്റെ കൂടെ ഗെയിം കളിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഉണ്ടായ ഒരു രാജാക്കന്മാരെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയും. ലാസ്റ്റ് ടൈമിൽ അഖിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തടേ, എൻ്റെ ഫ്രണ്ടാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അഖിലിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിടേ, നീ ഇത് എന്തിനടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും പറ്റിയിട്ട് ഇങ്ങനെ നീ അടച്ചാക്ഷേപിച്ചു, നിങ്ങൾക്കത് ഫീൽ ചെയ്തു, ഞാൻ നിങ്ങളല്ല പറഞ്ഞത് എന്നൊക്കെ അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് നിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഏറ്റവും നല്ല സീസൺ നിങ്ങളാന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സീസണാണ് ശരിക്കും. അവിടുത്തെ ക്രൂവും ചാനലിൻ്റെ ക്രൂവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, ജനങ്ങളോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ അവിടെ കളിച്ച ഒരാൾ നീയാണ്, അതിനെ അംഗീകരിച്ചിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അഖില് ശരിക്കും ഈ നിങ്ങളുടെ സീസണിലേക്ക് വന്നിരുന്നെങ്കിലോ? അയ്യോ, അഖില് പോടി തന്നെ. അല്ല, അഖില് ഞങ്ങളെ സീസണിൽ വന്നിരുന്നെങ്കിൽ അഖിലിന് പറ്റത്തൊന്നുമില്ല. അഖില് സംസാരിക്കും, അഖിലിൻ്റെ ക്യാരക്ടർ ഇതിൽ തന്നെ നിൽക്കും, ഇങ്ങനെ ലൂപ്പായിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ അഖിലിന് അതിനകത്തുനിന്ന് ഒരു രാജാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് അങ്ങനെ ബാക്കിയുള്ളവരെ വെട്ടി വീഴ്ത്തി അവന് മുകളിൽ കയറി വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ അഖിലിന് സെൽഫായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും, എന്നെ കൊണ്ട് പറ്റുമോ എന്ന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. യെസ്, കേൾക്കണം കേട്ടാടാ നീ. എന്നിട്ട് നീ ഇതിന് ബദലായിട്ട് വരണം, എന്നിട്ട് വേണം ബാക്കി.